എൻ്റെ പേര് ഡോക്ടർ മദൻ. ഞാൻ കിംസ് ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജനാണ്. എൻ്റെ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത് ഡിഫോമിറ്റി കറക്ഷൻ എന്ന് പറയുന്ന ഒരു ഫീൽഡാണ്. കൈകാലുകൾക്കുണ്ടാകുന്ന വളവുകൾ, നീളക്കുറവ് തുടങ്ങിയ രോഗം എന്ന് പറയാൻ പോകില്ല, കണ്ടീഷൻസിനെ ട്രീറ്റ് ചെയ്യുന്ന എക്സ്പെർട്ടീസാണ് എനിക്കുള്ളത്. ഇപ്പോൾ സാധാരണ നീളക്കുറവ് ബാധിക്കുന്നത് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, കൊച്ചിലെ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് അത് ഈ കാലിൻ്റെ ലെങ്ത്ത് ഈക്വലൈസ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ടെക്നിക്സും നമുക്കുണ്ട്. അപ്പോൾ അത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സാധാരണ കാണുന്നത് ജന്മനാ ഉള്ള ചില പ്രശ്നങ്ങൾ കാരണമാണ് ഈ നീളക്കുറവും അത് സംബന്ധിച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വരുന്നത്. പിന്നീട് വരാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല്യകാലത്തുണ്ടാകുന്ന ബോൺ ട്യൂമേഴ്സ് സർജറി ചെയ്ത് കഴിയുമ്പോൾ നീളക്കുറവ്, നീളത്തിനുള്ള കൈകാലുകൾക്കുള്ള നീളത്തിനുള്ള ഏറ്റക്കുറച്ചിലുകൾ വരാറുണ്ട്. അതും നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ. പിന്നീടുള്ളത് ഈ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് മൂലം ഉണ്ടാകുന്ന ബോൺ ലോസ്, അതായത് എല്ല് നഷ്ടം കാരണം നീളക്കുറവുകൾ വരുന്ന സ്ഥിതിവിശേഷങ്ങൾ. അവിടെയും നമുക്ക് ഈ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഒരു 18 വയസ്സുള്ള ബോയ്, അയാളുടെ കാലുകളുടെ മുട്ടിലുള്ള വളവ്, 2 മുട്ടിലും സാമാന്യം മോശമായ രീതിയിലുള്ള വളവ് ചികിത്സിച്ചത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായ രോഗമാണ് ഉള്ളത്, റീനൽ ഓസ്റ്റിയോഡിസ്ട്രോഫി എന്ന് പറയും. അത് കാരണം അദ്ദേഹത്തിന് ബോണിന് ബലക്ഷയം ഉണ്ടാവുകയും അതുകൂടാതെ അതിനെ തുടർന്ന് കാലാകാലങ്ങളായിട്ട് മുട്ടിന് വളവ് കൂടി വരികയും ചെയ്ത ഒരു സ്ഥിതിവിശേഷമാണ്. അദ്ദേഹത്തിന് ഈ വളവ് കാരണം നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്, മുട്ടുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് വീഴുക, അങ്ങനെയൊക്കെ ഉള്ള സ്ഥിതിവിശേഷത്തിലാണ്. അപ്പോൾ അതിൽ ഈ കറക്ഷൻ ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഓസ്റ്റിയോട്ടമി എന്ന് പറയും. അതായത് ബോണിൽ, എല്ലിൽ, വളവുള്ള ബോണിൽ ഒടിവുണ്ടാക്കി അവിടെ വേണ്ട രീതിയിലുള്ള കറക്ഷൻ നൽകി അതിനെ തിരിച്ച് വളവ് മാറ്റി പ്ലേറ്റും സ്ക്രൂവും വെച്ച് ഉറപ്പിച്ച് ശരിയാക്കുന്ന ഒരു രീതിയാണ് ചെയ്തിട്ടുള്ളത്. ഈ പടങ്ങളിലൂടെ അത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും എങ്ങനെയാണ് അദ്ദേഹം അതിനെ കോപ്പപ്പ് ചെയ്തത്, അതുമായിട്ട് കോപ്പ് ചെയ്തതെന്ന്. അപ്പോൾ ഇതൊരു 18 വയസ്സുള്ള കുട്ടിയാണ്. കുട്ടിയുടെ 2 കിഡ്നിയും തകരാറിലായിരുന്നു. അപ്പോൾ ഈ സർജറി ചെയ്യാൻ തീരുമാനിച്ചത് ഈ കുട്ടിക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പം ട്രാൻസ്പ്ലാന്റ് നടക്കുന്നതിന് മുമ്പ് ഈ ഡിഫോമിറ്റി കറക്ഷൻ അനിവാര്യമായിരുന്നു. കാരണം ട്രാൻസ്പ്ലാന്റ് നടന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ഈ ഇമ്മ്യൂണോ സപ്രഷൻ മരുന്നുകൾ നൽകുന്നത് കാരണം ഇൻഫെക്ഷൻ വരാനും രോഗപ്രതിരോധ ശക്തി കുറയാനും ഒക്കെ സാധ്യത ഉള്ളത് കാരണം ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ഇതിന് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു ഇത് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത രീതി കംപ്ലീറ്റ് ആയിട്ട് മാറും, അദ്ദേഹത്തിൻ്റെ ഒരു നോർമൽ ലൈഫ് ജീവിക്കാൻ സഹായിക്കുന്നതുമായിട്ടുള്ളൊരു സർജറി ആയിരുന്നു ഇത്. ഇതിന് ശേഷം അദ്ദേഹം റീനൽ ട്രാൻസ്പ്ലാന്റിന് വിധേയനാവുകയും പിന്നെ കിഡ്നി ഫങ്ഷൻ നോർമലാവുകയും ചെയ്തതോടുകൂടി ബോൺ സ്ട്രെങ്ത്തും പഴയതുപോലെ നോർമലായി.